Hi everyone, welcome back to another video. Two topics are sharing through this video. The first one is reissue when there is oversubscription and pro rata allotment, and the next one is issue of shares for consideration other than cash. So let's get into the first topic, that is reissue when there is oversubscription and pro rata allotment. So this is the first topic, that is reissue when there is oversubscription and pro rata. ഈ ഒരു കേസിൽ പറയുന്ന എല്ലാ ടേംസും നമുക്ക് പരിചയമുള്ളതാണ്. അതായത് എന്താണ് റീഇഷ്യൂ, എന്താണ് ഓവർ സബ്സ്ക്രിപ്ഷൻ, എന്താണ് പ്രോ റാറ്റ അലോട്ട്മെന്റ്, എല്ലാം നമ്മൾ പരിചയമുള്ള ടേംസ് ആണ്. എല്ലാം നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യനിലും പ്രീവിയസ് ടോപ്പിക്സിലും ഒരുപാട് ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് ആണ്, അല്ലെങ്കിൽ ടേംസ് ആണ്. പിന്നെ നോക്കാനുള്ളത് റീഇഷ്യൂവിന്റെ സമയത്ത് നമ്മൾ തൊട്ട് മുൻപ് ഡിസ്കസ് ചെയ്ത വീഡിയോസിൽ എന്താണ് റീഇഷ്യൂ, അറ്റ് പാർ, അറ്റ് പ്രീമിയം, അറ്റ് ഡിസ്കൗണ്ട്, ഈ മൂന്ന് കേസ് വരുന്ന സമയത്ത് നമ്മുടെ റീഇഷ്യൂ എഴുതുന്ന ജേർണലിൽ എന്തെല്ലാം വ്യത്യാസങ്ങളാണുള്ളത് എന്നതാണ് നമുക്ക് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുണ്ടായിരുന്നത്. നെക്സ്റ്റ് ഇനി ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് അറ്റ് ദി ടൈം ഓഫ് ട്രാൻസ്ഫറിംഗ് ദ എക്സസ് പ്രോഫിറ്റ് ഇൻ ടു ക്യാപിറ്റൽ റിസർവ്. നമുക്കറിയാം ഫോർഫീറ്റഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യാറുണ്ട്. അതായത് അറ്റ് ദി ടൈം ഓഫ് ഫോർഫീച്ചർ അല്ലെ, ആ ഒരു അക്കൗണ്ടിലേക്ക് നമ്മൾ എന്താണ് ട്രാൻസ്ഫർ ചെയ്യാറുള്ളത്? നമ്മൾ ഫോർഫീറ്റ് ചെയ്യുന്ന സമയത്ത് കമ്പനിക്ക് അതുവരെ കിട്ടിയിട്ടുള്ള ക്യാഷ് അല്ലെ, നമുക്കറിയാം ആ ഒരു ക്യാഷ് കമ്പനി ഒരിക്കലും ആരാണ് ഡിഫോൾട്ട് ചെയ്തിട്ടുള്ള ആൾക്ക് തിരിച്ചു കൊടുക്കില്ല. സോ ആ ക്യാഷ് മാറ്റാൻ വേണ്ടിയുള്ള അക്കൗണ്ട് ആണ് എന്ത് നമ്മുടെ ഫോർഫീറ്റഡ് അക്കൗണ്ട്. പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക് റീഇഷ്യൂ ആയിരുന്നു അല്ലെ. റീഇഷ്യൂവിന്റെ സമയത്ത് എന്ത് ചെയ്യും, നമ്മൾ എത്ര ഷെയർ ആണോ റീഇഷ്യൂ ചെയ്യുന്നത് ആ നമ്പർ ഓഫ് ഷെയറിന് മുകളിൽ കമ്പനിക്ക് മുൻപ് കിട്ടിയിട്ടുള്ള ക്യാഷിന് നമ്മൾ എന്ത് ചെയ്യും, ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാറുണ്ട്. സോ അവിടെ നമ്മൾ എന്ത് ചെയ്യാറാണ് പതിവ്, എത്രയാണോ റീഇഷ്യൂ ചെയ്യുന്ന ഷെയർ ആ ഷെയറിന് മുകളിൽ നമുക്ക് മുൻപ് കിട്ടിയിട്ടുള്ള ക്യാഷ്, ഫോർ എക്സാമ്പിൾ ഒരു 50 ഷെയർ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് റീഇഷ്യൂ ചെയ്യുന്നത്, ഇതേ ഷെയറിന് മുകളിൽ കമ്പനിക്ക് പ്രീവിയസ് കിട്ടിയ ക്യാഷ് ഒരു 5 rupees ആണെന്ന് വിചാരിക്കുക. അതായത് മുൻപത്തെ ആപ്ലിക്കേഷൻ മണിയായിട്ടോ അല്ലെങ്കിൽ അലോട്ട്മെന്റ് മണിയായിട്ടോ കമ്പനിക്ക് ഒരു 5 rupees കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളത് എവിടെ ഉണ്ടാവും, ആ ഒരു ക്യാഷ് ആയിട്ടുള്ള 250 കമ്പനിയുടെ ഫോർഫീച്ചർ അല്ലെങ്കിൽ ഫോർഫീറ്റഡ് അക്കൗണ്ട് ഉണ്ടായിരിക്കും. ഈ ക്യാഷിനെ എന്ത് ചെയ്യും, നമ്മൾ ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാറുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പ്രത്യേക കേസിൽ എന്താ പറയുന്നത് നോക്കാം. അതായത് റീഇഷ്യൂ വെൻ ദെയർ ഈസ് ഓവർ സബ്സ്ക്രിപ്ഷൻ ആൻഡ് പ്രോ റാറ്റ. ഇങ്ങനെ പ്രോ റാറ്റ അല്ലെങ്കിൽ ഓവർ സബ്സ്ക്രിപ്ഷൻ വരുന്നുണ്ടെങ്കിൽ, അതായത് റീഇഷ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഷെയർ ആദ്യം ഇഷ്യൂ ചെയ്ത സമയത്ത് അവിടെ ഓവർ സബ്സ്ക്രിപ്ഷനും പ്രോ റാറ്റ അലോട്ട്മെന്റും ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മൾ ഈ ഒരു എമൗണ്ട് ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എമൗണ്ടിന്റെ കാൽക്കുലേഷനിലാണ് ചെറിയൊരു വ്യത്യാസമുള്ളത്. അതെന്താണെന്ന് നോക്കാം. അതായത് പ്രോഫിറ്റ്, നമ്മുടെ ക്യാപിറ്റൽ റിസർവിലേക്ക് പ്രോഫിറ്റിനെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനുണ്ട്. അപ്പൊ ഈ ഒരു പ്രോഫിറ്റിന്റെ കാൽക്കുലേഷൻ നമുക്ക് സെപ്പറേറ്റ് ഇക്വേഷൻ ആണ്. സോ ഇക്വേഷൻ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ആപ്ലിക്കേഷൻ മണി റിസീവ്ഡ്, ടോട്ടൽ ആപ്ലിക്കേഷൻ മണി റിസീവ്ഡ് divided by number of shares forfeited divided by number of shares forfeited or allotted into number of shares reissued. So ഇതാണ് നമ്മുടെ equation for calculating profit. Under this equation, reissue when there is oversubscription and pro rata allotment. ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, നമ്മുടെ ആക്ച്വൽ പ്രോഫിറ്റ് എത്ര പ്രോഫിറ്റ് ആണ് നമുക്ക് ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ളത് എന്ന് കണ്ടെത്താൻ നോക്കാം. ഇക്വേഷൻ ടോട്ടൽ ആപ്ലിക്കേഷൻ മണി റിസീവ്ഡ്, എത്ര ആപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്ത ആപ്ലിക്കേഷൻ മണി നമുക്കറിയാം ഓവർ സബ്സ്ക്രിപ്ഷൻ ഉള്ള കേസിൽ എന്തായിരിക്കും, കൂടുതലായിരിക്കും. സോ ആക്ച്വലി എത്ര ആപ്ലിക്കേഷൻ മണി കിട്ടിയിട്ടുണ്ട്, ടോട്ടൽ റിസീവ് ചെയ്ത ആപ്ലിക്കേഷൻ മണി divided by number of shares forfeited or allotted. Number of shares forfeited or allotted means രണ്ടും ഒന്നിനായിരിക്കും. എത്ര ഷെയർ ആണോ നമ്മൾ അലോട്ട് ചെയ്തിട്ടുള്ളത് ആ ഷെയർ കംപ്ലീറ്റ് എന്ത് ചെയ്യും, കമ്പനി തിരിച്ചു വാങ്ങും. അതായത് എല്ലാ ഷെയറും ആരാണോ ഡിഫോൾട്ട് വരുത്തിയിട്ടുള്ളത് അയാൾക്ക് എത്ര ഷെയർ അലോട്ട് ചെയ്തിട്ടുണ്ടോ അത് നമ്മൾ എന്തെങ്കിലും തിരിച്ചു വാങ്ങും. സോ നമ്പർ ഓഫ് ഷെയർസ് ഫോർഫിറ്റഡ് ഓർ അലോട്ടഡ് ഇൻറ്റു നമ്പർ ഓഫ് ഷെയർസ് റീഇഷ്യൂഡ്, ദെൻ നമ്പർ ഓഫ് ഷെയർസ് റീഇഷ്യൂഡ്. അതായത് ഈ ഫോർഫിറ്റ് ചെയ്തതിൽ എത്ര ഷെയർ നമ്മൾ റീഇഷ്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് വേണം നമുക്ക് ഈ ഒരു കേസിൽ പ്രോഫിറ്റ് കണ്ടെത്താൻ. അല്ലാതെ നമ്മൾ മുൻപ് ചെയ്ത പോലെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഡയറക്റ്റ് ആയിട്ട് പ്രോഫിറ്റ് കണ്ടെത്താൻ കഴിയില്ല. അതായത് എത്ര ഷെയർ ആണ് നമ്മൾ റീഇഷ്യൂ ചെയ്യുന്നത് അതിന്റെ മുകളിൽ കമ്പനിക്ക് ഓൾറെഡി കിട്ടിയ എമൗണ്ട് എത്രയായിരുന്നു, അതായത് ആപ്ലിക്കേഷൻ മണിയായിട്ടോ അല്ലെങ്കിൽ അലോട്ട്മെന്റ് മണിയായിട്ടോ കമ്പനിക്ക് മുൻപ് കിട്ടിയിട്ടുള്ള ക്യാഷ് എത്രയാണോ അതിനെ നമുക്ക് ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതല്ല ഈ ഒരു കേസിൽ ആക്ച്വൽ പ്രോഫിറ്റ്. പകരം എന്ത് ചെയ്യണം, നമുക്ക് ടോട്ടൽ റിസീവ് ചെയ്ത ആപ്ലിക്കേഷൻ മണിയെ ഏതുമായിട്ട് ആദ്യം ഡിവൈഡ് ചെയ്യാം, എത്ര ഷെയർ അയാൾക്ക് അലോട്ട് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഒരു ഷെയർ നമുക്ക് കിട്ടിയ ആപ്ലിക്കേഷൻ മണി കിട്ടും. അതായത് ടോട്ടൽ ആപ്ലിക്കേഷൻ മണി ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് അലോട്ടഡ്. അപ്പോൾ എത്ര ആപ്ലിക്കേഷൻ റിസീവ് ചെയ്തിട്ടുണ്ടോ അതിന് ഒരു ഷെയറിന്റെ പ്രൈസ് അല്ലെങ്കിൽ ഒരു ഷെയർ മുകളിൽ ആപ്ലിക്കേഷൻ മണിയായിട്ട് നമുക്ക് കിട്ടിയത് എത്രയെന്ന് കണ്ടെത്താൻ കഴിയും. ആൻഡ് അതിന് എത്രമായി മൾട്ടിപ്ലൈ ചെയ്യാം, എത്ര ഷെയറാണ് നമ്മൾ റീഇഷ്യൂ ചെയ്യുന്നത് അതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് ആക്ച്വൽ പ്രോഫിറ്റ് കിട്ടും. സോ ഇനി എന്ത് ചെയ്യാം, നെക്സ്റ്റ് എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നോക്കാം. ഈ പറയുന്ന ഇക്വേഷനും അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു പ്രാക്ടിക്കൽ പ്രോബ്ലത്തിലൂടെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. So this is a question നോക്കാം. A Limited forfeited 100 shares. ഡയറക്റ്റ് കമ്പനി എത്ര ഷെയർ ഫോർഫീറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. 100 ഷെയർ ഫോർഫീറ്റ് ചെയ്യുന്നുണ്ട് ഓഫ് ₹10. 10 രൂപ വാല്യൂള്ള 100 ഷെയർ ആണ് കമ്പനി ഫോർഫീറ്റ് ചെയ്യുന്നത്.
issued at premium of rupees 1 rupees പ്രീമിയത്തിലാണ് ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത്. The next പറയുന്നത് മിസ്റ്റർ ഹേമന്ത് who had applied for 150 shares. മിസ്റ്റർ ഹേമന്ത് നെക്സ്റ്റ് കേസ് പറയാണ്. മിസ്റ്റർ ഹേമന്ത് അദ്ദേഹം 150 ഷെയറിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് ഫോർ നോൺ പേയ്മെന്റ് ഓഫ് അലോട്ട്മെന്റ് മണി ഓഫ് rupees 4. എന്തുകൊണ്ടാണ് ഇയാളുടെ കമ്പനി 100 ഷെയർ ഫോർഫീറ്റ് ചെയ്യുന്നത്? ബിക്കോസ് ഫോർ നോൺ പേയ്മെന്റ് ഓഫ് അലോട്ട്മെന്റ് മണി ഓഫ് rupees 4. 4 രൂപ ഉണ്ടായിരുന്ന അലോട്ട്മെന്റ് മണി ഇയാൾ ചെയ്തിട്ടില്ല, പേ ചെയ്തിട്ടില്ല. ആ 4 രൂപയിൽ എന്ത് ഇൻക്ലൂഡഡ് ആണ്? പ്രീമിയം ഇൻക്ലൂഡഡ് ആണ്. സോ പ്രീമിയം ആൾസോ നോട്ട് പെയ്ഡ് ആൻഡ് ആൾസോ ദ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ ഓഫ് rupees 5. ഇദ്ദേഹം അദ്ദേഹത്തിന്റെ അലോട്ട്മെന്റ് മണി ആൻഡ് ആൾസോ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ പേ ചെയ്യുന്നില്ല. സോ ടോട്ടൽ എമൗണ്ട് ഇവിടെ വരുന്നത് 9 rupees ആണ്. ഇതിൽ തന്നെ 1 രൂപ എന്താണ്? കമ്പനിയുടെ പ്രീമിയം ആണ്. സോ ബാക്കി വരുന്നത് ആപ്ലിക്കേഷൻ മണി ആയിരിക്കും. ടോട്ടൽ എമൗണ്ട് 10 plus 1 is equal to 11. സോ ടോട്ടൽ എമൗണ്ട് എത്ര ആയിരിക്കും? 11 rupees ആണ്. സോ ഇവിടെ ഷോർട്ടേജ് ഉള്ളത് rupees 2 ആണ് ആപ്ലിക്കേഷൻ മണി. Then പിന്നെ പറയുന്നത് ഔട്ട് ഓഫ് ദീസ് 60 shares were reissued. 100 ഷെയർ നമ്മൾ ഫോർഫീറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ റീഇഷ്യൂ ചെയ്യുന്നത് എത്ര ഷെയർ മാത്രമാണ്? നമ്മുടെ 60 ഷെയർ മാത്രമാണ്. അപ്പൊ ഇത് പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ട്. ബിക്കോസ് ഇവിടെയാണ് നമ്മൾ എന്ത് ശ്രദ്ധിക്കേണ്ടത്? ക്യാപിറ്റൽ റിസർവിലേക്ക് എത്ര എമൗണ്ടിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. 100 ഷെയർ ഫോർഫീറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഓൺ 60 ഷെയർ ആണ്. ബിക്കോസ് ആ ഒരു 60 ഷെയറിന് മുകളിൽ മാത്രമേ കമ്പനിക്ക് 2 തവണ ക്യാഷ് കിട്ടുന്നുള്ളൂ. ഒന്ന് ഓൾറെഡി മിസ്റ്റർ ഹേമന്ത് കൊടുത്തിട്ടുണ്ട്, ആപ്ലിക്കേഷൻ മണി കൊടുത്തിട്ടുണ്ട്, ആൻഡ് അഗൈൻ ഈ ഷെയർ വീണ്ടും കമ്പനി ഇഷ്യൂ ചെയ്യും. അങ്ങനെ 2 തവണ 60 ഷെയറിന് മാത്രമേ മുകളിൽ കമ്പനിക്ക് കിട്ടുന്നുള്ളൂ. ബാക്കി 40 ഷെയർ കമ്പനി റീഇഷ്യൂ ചെയ്തിട്ടില്ല. സോ അത് റീഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം കമ്പനിക്ക് അത് എക്സസ് പ്രോഫിറ്റ് ആയിട്ട് ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. സോ 60 ഷെയർസ് റീഇഷ്യൂ ചെയ്യുന്നുണ്ട്. ദെൻ ടു മിസ്റ്റർ വരുൺക്കാണ് ഷെയർ നമ്മൾ റീഇഷ്യൂ ചെയ്യുന്നത് ക്രെഡിറ്റഡ് ആസ് ഫുള്ളി പെയ്ഡ് അപ്പ്. നമുക്കറിയാം റീഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഷെയറിന്റെ പ്രൈസിനെ മനസ്സിലാക്കാനുള്ള ഒരു ഹിന്റ് ആണ് ഫുള്ളി പെയ്ഡ്. നമ്മൾ ഷെയറിന്റെ ഫുള്ളി പെയ്ഡ് പ്രൈസ് എത്രയാണ്? rupees 10 ആണ്. അപ്പോൾ റീഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഷെയറിന്റെ പ്രൈസ് 10 rupees ആയിട്ടാണ് പരിഗണിക്കേണ്ടത്. അത് റീഇഷ്യൂ ചെയ്യുന്നത് എത്ര രൂപക്കാണ്? at rupees 8. സോ ദർ ഈസ് ഡിസ്കൗണ്ട്. 10 രൂപ വാല്യൂ ഉള്ള ഷെയർ 8 രൂപക്ക് വിൽക്കുന്നു. സോ ദർ ഈസ് ഡിസ്കൗണ്ട്. ഗിവ് ജേണൽ എൻട്രീസ് അസ്യൂമിംഗ് ദാറ്റ് ദ കമ്പനി ഫോളോസ് ദ പ്രോ റാറ്റ മെത്തേഡ്. നമ്മൾ ജേണൽ എൻട്രീസ് എഴുതണം. കമ്പനി ഏത് മെത്തേഡ്? നമുക്കറിയാം 150 ഷെയറിന് ഹേമന്ത് അപ്ലൈ ചെയ്തിട്ടും അയാൾക്ക് 100 ഷെയർ മാത്രമേ കമ്പനി കൊടുക്കുന്നുള്ളൂ. സോ അതൊരു പക്ഷെ എന്ത് ചെയ്യാം, അധികം വന്ന 50 ആപ്ലിക്കേഷൻ ഒരു പക്ഷേ കമ്പനി റിജക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ക്യാഷ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതല്ല പ്രോറാറ്റ് അലോട്ട്മെന്റ് ആണെങ്കിൽ കമ്പനിയിൽ എന്തുണ്ടാവും? ഹേമന്തിന്റെ എക്സസ് മണി ഉണ്ടായിരിക്കും. സോ കമ്പനി ഫോളോ ചെയ്യുന്നത് ഏതാണ്? പ്രോറാറ്റ് അലോട്ട്മെന്റ് ആണ്. സോ നമുക്ക് തന്നിട്ടുള്ള സിറ്റുവേഷൻസിൽ ഫോർഫീച്ചർ വരുന്നുണ്ട്, അതേപോലെ റീഇഷ്യൂ വരുന്നുണ്ട്, ആൻഡ് ആൾസോ ദർ വിൽ ബി ഏത് കൂടി ഉണ്ടാവും? പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ പ്രോഫിറ്റിനെ ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുണ്ടായിരിക്കും. സോ അത്രയും ജേണൽ എൻട്രീസ് നമുക്ക് നോക്കാം. ഓക്കെ, ജേണൽ എഴുതുമ്പോൾ ഫസ്റ്റ് ജേണൽ എൻട്രി ഏതാണ്? ഫോർഫീറ്റ് ചെയ്യുമ്പോൾ ജേണൽ എൻട്രി. ഫോർഫീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ജേണൽ എൻട്രിയിൽ ആദ്യം ഡെബിറ്റ് സൈഡിൽ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ. പിന്നീട് ശ്രദ്ധിക്കുന്നത് സെക്യൂരിറ്റി പ്രീമിയം ഉണ്ടോ ഇല്ല എന്നുള്ളതാണ്. അതായത് സെക്യൂരിറ്റി പ്രീമിയം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് ഈ ഒരു ക്വസ്റ്റ്യൻ പരിഗണിക്കേണ്ടത്, ജേണൽ എൻട്രിയിൽ പരിഗണിക്കേണ്ടത്. പക്ഷേ കൊടുത്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതുകൂടി കാണിക്കേണ്ടതുണ്ട്. മിസ്റ്റർ ഹേമന്ത് ഫെയിലിയർ ടു പേ ദി അലോട്ട്മെന്റ് ആണ് ഫസ്റ്റ് കോൾ ആണല്ലേ. അലോട്ട്മെന്റിന് കൂടെയാണ് നമ്മൾ പ്രീമിയം കൊടുക്കാറുള്ളത്. സോ പ്രീമിയം ആൾസോ നോട്ട് പെയ്ഡ്. അതുകൊണ്ട് സെക്യൂരിറ്റി പ്രീമിയം കൂടി കാണിക്കേണ്ടത്. സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ഡെറ്റർ. ഇനി കാണിക്കാനുള്ളത് ക്രെഡിറ്റ് സൈഡിലാണ്. ഏതെല്ലാം ഡ്യൂ ഉണ്ട്? ടു ഷെയർ അലോട്ട്മെന്റ് and also to share first and final call. പിന്നെ ഏതുകൂടി കാണിക്കണം? ഇയാൾ കമ്പനിയിലേക്ക് കൊടുത്തിട്ടുള്ള ക്യാഷ് നമുക്ക് ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ. സോ ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട്. ഇത്രയാണ് നമ്മുടെ ജേണൽ എൻട്രീസ്. നോക്കാം എത്ര ഷെയർ ആണ് കമ്പനി ഫോർഫീറ്റ് ചെയ്യുന്നത്? 100 ഷെയർ. 100 ഷെയറിൽ നമ്മൾ കാണിക്കുന്നത് ഷെയർ ക്യാപിറ്റൽ ആണ്. ഷെയർ ക്യാപിറ്റൽ ഏതെല്ലാം കോൾഡ് അപ്പ് ആണ്? എത്ര ഇൻസ്റ്റാൾമെന്റ് വിളിച്ചിട്ടുണ്ട്? എല്ലാ ഇൻസ്റ്റാൾമെന്റും വിളിച്ചിട്ടുണ്ട്. ബിക്കോസ് ഫൈനൽ കോൾ വരെ ഇയാൾ കൊടുത്തിട്ടില്ല. ദാറ്റ് മീൻസ് എല്ലാ ഇൻസ്റ്റാൾമെന്റും വിളിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വിളിച്ചത് കമ്പനിയുടെ ടോട്ടൽ ഷെയറിന്റെ പ്രൈസ് എത്രയാണ്? rupees 10. ആൻഡ് സെക്യൂരിറ്റി പ്രീമിയം കൂടി എഴുതാം. 100 ഷെയറിന്റെ മുകളിൽ സെക്യൂരിറ്റി പ്രീമിയം ആയിട്ട് കൊടുക്കാനുള്ളത് rupees 1. എമൗണ്ട് 1000 rupees ഷെയർ ക്യാപിറ്റൽ, അതേപോലെ തന്നെ 100 rupees സെക്യൂരിറ്റി പ്രീമിയം. നെക്സ്റ്റ് ക്രെഡിറ്റ് സൈഡിലാണ് ടു അലോട്ട്മെന്റ്. അലോട്ട്മെന്റിന്റെ കേസിൽ ഡ്യൂ ആണ്, അലോട്ട്മെന്റ് കൊടുത്തിട്ടില്ല എന്ന് കാണിക്കാനാണ്. സോ നോക്കാം 100 ഷെയറിന് മുകളിൽ കൊടുക്കാനുള്ളത് 4 rupees അല്ലെ. അതായത് ദാറ്റ് മീൻസ് എമൗണ്ട് എത്ര ഉണ്ടായിരിക്കും? 400 രൂപ. എന്തുകൊണ്ട് ഇത് നേരിട്ട് എമൗണ്ട് കോളത്തിലേക്ക് എഴുതുന്നില്ല? ഇവിടെ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, നമ്മുടെ ഇയാൾ ഹേമന്ത് കമ്പനിയിലേക്ക് 150 ഷെയറിന്റെ ആപ്ലിക്കേഷൻ മണി കൊടുത്തിട്ടുണ്ടല്ലേ. ആപ്ലിക്കേഷൻ മണി ആയിട്ട് 2 രൂപ കൊടുത്തിട്ടുണ്ട്. അതിൽ ഇയാൾ ആക്ച്വലി എത്ര കൊടുത്താൽ മതിയായിരുന്നു? 100 രൂപന്റെ ക്യാഷ് കൊടുത്താൽ മതി. ദാറ്റ് മീൻസ് 200 ഇയാൾ ആക്ച്വലി കൊടുത്താൽ മതിയായിരുന്നു. പക്ഷെ 50 ഷെയറിന് മുകളിലും ഇയാൾ എക്സസ് എന്ത് ചെയ്യുന്നുണ്ട്? അതിന് ക്യാഷ് കൊടുക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് rupees 100 അല്ലെ. നമുക്കിത് മുൻപ് നമ്മൾ പ്രൊസീജിയർ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അത്രയും പ്രൊസീജിയേഴ്സ് ഒന്നും വർക്കിംഗ് നോട്ടിൽ എഴുതേണ്ട ആവശ്യമില്ല. അതായത് എക്സസ് ഇയാൾ എത്ര കമ്പനിയിലേക്ക് അടച്ചിട്ടുണ്ടെന്ന് നോക്കിയാൽ മതി അല്ലെ.
150 ഷെയറിന് അപ്ലൈ ചെയ്തു, പക്ഷെ 100 ഷെയറാണ് കിട്ടിയത്. അങ്ങനെയെങ്കിൽ ഇയാൾ ആക്ച്വലി കമ്പനിയിലേക്ക് കൊടുക്കാനുണ്ടായിരുന്ന എമൗണ്ട് 100 ഷെയറിന് മുകളിൽ 2 രൂപ 200 രൂപയായിരുന്നു അല്ലെ. പക്ഷേ ഇയാൾ എത്ര കൊടുത്തിട്ടുണ്ട്? 150 ഷെയർ, അതായത് 50 ഷെയറിന്റെ ക്യാഷ് കമ്പനിയിലേക്ക് അധികം കൊടുത്തിട്ടുണ്ട്, 100 രൂപ അധികം കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ നോക്കാം, ഇനി ഇയാള് 400 രൂപ കൊടുക്കാനില്ല അല്ലെ. ബിക്കോസ് എന്താണ്, ഇയാളുടെ എക്സസ് മണി നമ്മളോട് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് ലാസ്റ്റ്, ദ പ്രോറാറ്റ അലോട്ട്മെന്റ് മെത്തേഡ് ഈസ് കമ്പനി അഡോപ്റ്റഡ്. അതായത് എന്ത് ചെയ്യും, എക്സസ് മണി ഒരാൾ കമ്പനിയിലേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ വരാനിരിക്കുന്ന ഇൻസ്റ്റാൾമെന്റുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. നമുക്ക് അത്ര മാത്രമേ ഇവിടെ മനസ്സിലാക്കാനുള്ളൂ. സോ എക്സസ് എമൗണ്ട് ₹100 ഉണ്ട്, ആ 100 നമ്മൾ എന്ത് ചെയ്യും, 400 മൈനസ് ചെയ്യും. സോ 100 400 മൈനസ് ചെയ്താൽ ബാക്കി എത്ര ഉണ്ടായിരിക്കും? 300. സോ അലോട്ട്മെന്റ് എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഓവർ സബ്സ്ക്രിപ്ഷനും അവിടെ പ്രോറാറ്റ അലോട്ട്മെന്റ് മെത്തേഡുമാണ് കമ്പനി അഡോപ്റ്റ് ചെയ്തതെങ്കിൽ തീർച്ചയായിട്ടും എന്തുണ്ടായിരിക്കും, വരാനിരിക്കുന്ന ഡ്യൂ എമൗണ്ടിൽ നിന്നും ഒരു സെർട്ടൈൻ എമൗണ്ട് എക്സസ് ആയിട്ട് കൊടുത്ത ആപ്ലിക്കേഷൻ മണി ലെസ് ചെയ്യാനുണ്ടായിരിക്കും. സർ ദാറ്റ്സ് ഇറ്റ്. നെക്സ്റ്റ് പറയുന്നത് 400 ഷെയർ മുകളിൽ എന്ത് ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ കൊടുത്തിട്ടില്ല, അതായത് ദാറ്റ് മീൻസ് ₹5 അല്ലെ. ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ ₹5 ആണ്. സോ എമൗണ്ട് വരുന്നത് ₹500. ദെൻ ലാസ്റ്റ് കേസ് എന്താണ്, ആറ്റ് ഷെയർ ഫോർഫിറ്റഡ്. ഈ ഒരു ഹേമന്ത് കമ്പനിയിലേക്ക് എത്ര ക്യാഷ് കൊടുത്തിട്ടുണ്ട്, എത്ര ഓൾറെഡി കൊടുത്തിട്ടുണ്ട് നമുക്കറിയാം. 100 ഷെയർ ആണോ? അല്ല, 150 ഷെയറിന് മുകളിൽ ഇയാൾ എന്ത് ചെയ്തിട്ടുണ്ട്, കമ്പനിയിലേക്ക് ആപ്ലിക്കേഷൻ മണി ആയിട്ട് 2 രൂപ കൊടുത്തിട്ടുണ്ട്. സോ ദാറ്റ് മീൻസ് ടോട്ടൽ എമൗണ്ട് ₹300. ഡെബിറ്റ് സൈഡിൽ 1100 ആൻഡ് ക്രെഡിറ്റ് സൈഡിൽ ആൾസോ 1100. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ എക്സസ് ആപ്ലിക്കേഷൻ മണി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അഫക്റ്റ് നമ്മുടെ അലോട്ട്മെന്റ് മീൻസ് വരാനിരിക്കുന്ന ഡ്യൂ എമൗണ്ടിലും ആൾസോ നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുള്ള എമൗണ്ടിലും അതിന്റെ ഒരു എഫക്ട് വരും. സോ ഈ ഒരു ജനറൽ പ്രത്യേകം ശ്രദ്ധിക്കാം. നരേഷൻ 100 ഷെയർസ് ഫോർഫീറ്റഡ്. സോ അതാണ് ഫസ്റ്റ് കേസ്. ദെൻ രണ്ടാമത്തെ റീ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം 100 ഷെയർ ഫോർഫീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി 60 ഷെയർസ് റീ ഇഷ്യൂ ചെയ്യുന്ന ജനറൽ എൻട്രി ആണ് നെക്സ്റ്റ് എഴുതാറ്. സോ നെക്സ്റ്റ് ജനറൽ എൻട്രി നോക്കാം. റീ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് കമ്പനിയിലേക്ക് ക്യാഷ് വരാണ്. സോ ജനറൽ എൻട്രി എഴുതുമ്പോൾ ആദ്യം കാണിക്കേണ്ടത് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ. സോ ക്യാഷ് റിസീവ് ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ. പിന്നീട് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് എന്ത്, നമ്മൾ ഷെയർ പ്രൈസ് റീഇഷ്യൂ ചെയ്യുന്ന ഷെയർ പ്രൈസ് കൺസിഡർഡ് ആസ് ഫുള്ളി പെയ്ഡ്, അതായത് ഷെയറിന്റെ യഥാർത്ഥ പ്രൈസ് എന്നാണ് അത് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. സോ യഥാർത്ഥ പ്രൈസ് നമ്മൾ റീഇഷ്യൂ ചെയ്യുന്ന എത്ര രൂപക്കാണ്? അറ്റ് 8 rupees അല്ലെ. സോ അവിടെ എന്തുണ്ട്, ഡിസ്കൗണ്ട് ഉണ്ട്. സോ ഡിസ്കൗണ്ടിന് കാണിക്കാനോ ഡിസ്കൗണ്ട് എമൗണ്ട് ആയിട്ടുള്ള ലോസിനെ കമ്പനി ഏതെന്നാണ് അഡ്ജസ്റ്റ് ചെയ്യുക, കമ്പനിയുടെ ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട്. സോ ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് കാണിക്കണം. നെക്സ്റ്റ് ഫോർഫീറ്റഡ് അക്കൗണ്ട് ഡെറ്റർ. ദെൻ ഫൈനലി ഏത് ടു ഷെയർ ക്യാപിറ്റൽ. ഇതാണ് നമ്മുടെ ബേസിക് എൻട്രി. നോക്കാം എത്ര ഷെയർ ആണ് കമ്പനി റീഇഷ്യൂ ചെയ്യുന്നത്. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, 100 ഷെയർ അല്ല, instead of 100 there is 60 shares are reissued. So 60 share reissue ചെയ്യുന്നത് at ₹8 and അവിടെ ഡിസ്കൗണ്ട് വരുന്നത് 60 share at ₹2 and total amount 60 share at ₹10. So total amount വരുന്നത് എത്രയാണ്? 600. Then ഡിസ്കൗണ്ട് വരുന്നത് 120 and കമ്പനിയിലേക്ക് ക്യാഷ് ആയിട്ട് കിട്ടുന്നത് ഓൺ ടോട്ടലി 600 ആണ് കിട്ടാനുള്ളത്. അതിൽ 120 ഡിസ്കൗണ്ട് ആയിട്ട് പോയി, ബാക്കി ഇനി കിട്ടാനുള്ളത് 480 480. സോ ഇതാണ് റീ ഇഷ്യൂ ചെയ്യുന്ന സമയത്തുള്ള ജനറൽ നരേഷൻ. എഴുതാം 60 ഷെയർസ് റീ ഇഷ്യൂഡ്. 60 ഷെയർസ് റീ ഇഷ്യൂഡ്. ഇനി കാണിക്കാനുള്ളത് എന്താണ്, നമ്മൾ മുൻപ് കുറച്ച് എമൗണ്ട് ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അതായത് 100 ഷെയറിന് മുകളിൽ കമ്പനിക്ക് ഓൾറെഡി കിട്ടിയ എമൗണ്ടിന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഫോർഫീറ്റഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ആ ഫുൾ എമൗണ്ട് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യില്ല, ഇവിടെ പരിഗണിക്കൂല. ബിക്കോസ് എന്താണ്, 60 ഷെയർ മാത്രമേ കമ്പനി റീ ഇഷ്യൂ ചെയ്യുന്നുള്ളൂ. സോ റീ ഇഷ്യൂ ചെയ്യുന്ന ഷെയറിന്റെ മുകളിൽ കമ്പനിക്ക് എത്ര ക്യാഷ് ആദ്യം കിട്ടിയിട്ടുണ്ട് അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ പ്രോഫിറ്റ് ആയിട്ട് പരിഗണിക്കേണ്ടത്. സോ ആ പ്രോഫിറ്റിന് ഏത് കൂടി മൈനസ് ചെയ്യേണ്ടി വരും, നമുക്കിവിടെ ലോസ് ഉണ്ട് 120. ഈ 60 ഷെയർ റീഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ലോസ് ഉണ്ട് 120. സോ 60 ഷെയറിന് മുകളിൽ കമ്പനിക്ക് ഓൾറെഡി കിട്ടിയ ക്യാഷിൽ നിന്ന് നമ്മൾ 120 മൈനസ് ചെയ്തിട്ട് ബാക്കി വേണം അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് നമ്മുടെ ക്യാപിറ്റൽ റിസർവ്. സോ ട്രാൻസ്ഫർ ഇൻ ജനറൽ ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട്, ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ റിസർവ്, ടു ക്യാപിറ്റൽ റിസർവ്. ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മുൻപ് പറഞ്ഞ ഇക്വേഷൻ അപ്ലൈ ചെയ്യേണ്ടത്. നമുക്ക് സാധാരണ കേസിൽ നോക്കാം. 60 ഷെയർ ആണ് എന്ത് ചെയ്യുന്നത്, കമ്പനി റീഇഷ്യൂ ചെയ്യുന്നത്. 60 ഷെയർ റീഇഷ്യൂ ചെയ്യുന്നു. ഇതേ 60 ഷെയർ മുകളിൽ കമ്പനിക്ക് മുൻപ് എന്ത് കിട്ടിയിട്ടുണ്ട്, ആപ്ലിക്കേഷൻ മണി 2 രൂപ കിട്ടിയിട്ടുണ്ട് അല്ലെ. അങ്ങനെയാണെങ്കിൽ 120 60 ഷെയർ മുകളിൽ കമ്പനിക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഇവിടെ ലോസ് എത്രയാണ്, ലോസ് ആൾസോ 120. സോ ദർ ഈസ് നോ ബാലൻസ് അല്ലെ. ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മൾ മുൻപ് പഠിച്ച മെത്തേഡ് പ്രകാരം ദർ ഈസ് നോ ബാലൻസ്. ബിക്കോസ് എന്താണ്, ഈ ഒരു ക്വസ്റ്റ്യൻ അപ്പോൾ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ട്. അതായത് ഈ ഒരു ക്വസ്റ്റ്യൻ ഓവർ സബ്സ്ക്രിപ്ഷൻ ആൻഡ് പ്രോറാറ്റ അലോട്ട്മെന്റ് വരുന്നുണ്ട്. അതുകൊണ്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, എത്ര എമൗണ്ട് ആണ് പ്രോഫിറ്റ് ആയിട്ടുള്ളത് കാൽക്കുലേറ്റ് നമുക്ക് നമ്മുടെ ഇക്വേഷൻ അപ്ലൈ ചെയ്യണം. നമുക്ക് വർക്കിംഗ് ഔട്ട് ആയിട്ട് സെപ്പറേറ്റ് കാണിച്ചാൽ മതി. സോ പ്രോഫിറ്റ് കണ്ടെത്താൻ നമുക്ക് എന്താണ് ഇക്വേഷൻ, ആപ്ലിക്കേഷൻ മണി റിസീവ്ഡ്, ആപ്ലിക്കേഷൻ മണി റിസീവ്ഡ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ്
forfeited. എത്ര ഷെയർ ആണ് നമ്മൾ ഫോർഫീറ്റ് ചെയ്ത് കാണിക്കുക. then into number of shares reissued. സോ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. നമുക്ക് എമൗണ്ട്സ് ഒന്ന് അപ്ലൈ നോക്കാം. ആപ്ലിക്കേഷൻ മണി റിസീവ്ഡ് 150 ഷെയറിന് മുകളിലാണ് ഷെയറിന് അപ്ലൈ ചെയ്തിട്ടുള്ളത്. സോ ടോട്ടൽ ആപ്ലിക്കേഷൻ മണി ₹2 ആയിരുന്നു. സോ 150 into 2 is equal to 300. The next number of shares forfeited. 150 ഷെയറിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിലും 100 ഷെയർസ് മാത്രമേ കമ്പനി അലോട്ട് ചെയ്തിട്ടുള്ളൂ. സോ അത്രയും ഷെയർ കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്, ഫോർഫീറ്റ് ചെയ്യുന്നുണ്ട്. സോ 100 into number of shares reissued. 60 shares ആണ് നമ്മൾ ഔട്ട് ഓഫ് 100 എന്ത് ചെയ്യുന്നത്, റീഇഷ്യൂ ചെയ്യുന്നത്. സോ എമൗണ്ട് എത്രയായിരിക്കും, 300 divided by 100 into 60 is equal to 180. സോ ഇതാണ് നമ്മുടെ ന്യൂ പ്രോഫിറ്റ്. ആക്ച്വൽ പ്രോഫിറ്റ് ആണ് ഓവർ സബ്സ്ക്രിപ്ഷൻ ആൻഡ് പ്രോറായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ആക്ച്വൽ പ്രോഫിറ്റ് ആയിട്ട് ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് കിട്ടുന്ന എമൗണ്ട് 180 ആണ്. സോ അല്ലാതെ മുൻപ് നമ്മൾ ചെയ്ത പ്രകാരം 120 ആയിരുന്നു നമുക്ക് കിട്ടിയ പ്രോഫിറ്റ്. സോ അതല്ല നമ്മുടെ ആക്ച്വൽ പ്രോഫിറ്റ്. ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് കണ്ടെത്താം. ദെൻ 180 പ്രോഫിറ്റ് ആണെങ്കിൽ നമുക്ക് ഏത് കൂടി ഉണ്ട്, ഈ 180ൽ 120 നേരത്തെ ഡിസ്കൗണ്ട് ആയിട്ട് എക്സ്പെൻസ് വന്നിട്ടുണ്ട്. സോ 120 മൈനസ് ചെയ്ത് ബാക്കി എത്ര കിട്ടും, 180 20 മൈനസ് ചെയ്ത ബാക്കി 60. ഈ 60 ആണ് നമ്മൾ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്, ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ ഈ ഒരു ഓവർ സബ്സ്ക്രിപ്ഷൻ അതേപോലെ തന്നെ പ്രോറായിട്ട് നമ്മുടെ റീഇഷ്യൂവിന്റെ കേസിൽ വരുന്നുണ്ടെങ്കിൽ, അതായത് ഓവർ സബ്സ്ക്രിപ്ഷനും പ്രോറായിട്ടും വന്ന ഷെയർസ് ആണ് നമ്മൾ റീഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു പെർട്ടിക്കുലർ ഇക്വേഷൻ നമ്മുടെ പ്രോഫിറ്റ് കാൽക്കുലേഷന് വേണ്ടി അപ്ലൈ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആക്ച്വൽ പ്രോഫിറ്റ് കണ്ടെത്തിയിട്ട് ബാക്കി നമ്മുടെ എക്സ്പെൻസസ് മൈനസ് ചെയ്ത് വല്ല ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. സോ ഇത്രയാണ് ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ പ്രധാനമായിട്ട് നമ്മുടെ ഇക്വേഷൻ ആണ് നോട്ട് ചെയ്യേണ്ടത്. സോ ഓക്കെ, നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി എടുക്കാം. ഓക്കെ, താങ്ക് യു.